വളരെ വ്യക്തമായ ഒരു കൃത്യമായ നിരീക്ഷണം നടത്തിയിരിക്കുകയാണ് സ്വാമി ചിദാനന്ദപുരി. അദ്ദേഹം പറയുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് മുസ്ലിം വോട്ടുകളുടെ ഏകീകരണം നടത്തും. രാഷ്ട്രീയ ഭേദമന്യേ മുസ്ലിം വിഭാഗത്തിലുള്ളവർ ഒറ്റക്കെട്ടായി നിന്നു, ഭൂരിഭാഗവും വോട്ട് ചെയ്തു. ഹിന്ദുക്കളിൽ പലരും വോട്ട് ചെയ്തില്ല എന്നാണ് അദ്ദേഹം ഒരു അഭിമുഖത്തിൽ, ഒരു ചാനലിന് അനുവദിച്ച ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്. സംസ്ഥാനത്തെ ഹിന്ദുക്കളിൽ തെരഞ്ഞെടുപ്പിൽ പലരും വോട്ട് ചെയ്തില്ല. തെരഞ്ഞെടുപ്പ് ദിനം ഗുരുവായൂർ ക്ഷേത്രത്തിൽ മാത്രം 3 ലക്ഷം പേരാണ് ദർശനത്തിന് എത്തിയത്. സംസ്ഥാനത്തെ മുസ്ലിം വിഭാഗം ഭൂരിപക്ഷവും വോട്ട് ചെയ്തു. ഇക്കാര്യത്തിൽ മുസ്ലിം വിഭാഗത്തെ കണ്ടു പഠിക്കണമെന്ന് സ്വാമി ചിദാനന്ദപുരി. മുസ്ലിം പണ്ഡിതർ ഏകീകരണത്തിനുള്ള ആഹ്വാനം നടത്തി. ക്രൈസ്തവ പുരോഹിതർ സ്ഥാനാർത്ഥികളുടെ പേരെടുത്ത് ആർക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. കോൺഗ്രസ് പ്രവർത്തിക്കുന്നത് ലീഗിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെ നിർദ്ദേശപ്രകാരമാണ്. ഇസ്ലാമിക രാഷ്ട്രത്തിനായി നിലകൊള്ളുന്ന ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടുന്ന സർക്കാർ ഉണ്ടാവരുത്. ബിജെപിക്ക് സർക്കാർ രൂപീകരിക്കാനുമാവില്ല. ഈ സാഹചര്യത്തിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാവുന്നതാണ് അഭികാമ്യം എന്ന് സ്വാമി പറയുന്നു. തന്റെ ആഗ്രഹവും ഇത് തന്നെയാണ് എന്നാണ് ചിദാനന്ദപുരി പറയുന്നത്. ബിജെപി ഭാവിയിൽ കേരളം ഭരിക്കണമെങ്കിൽ ഒരു വട്ടം കൂടി ഇടതുപക്ഷം ഭരിക്കണം. പ്രക്ഷോഭങ്ങളാണ് CPM-ന്റെ കരുത്ത്. തുടർച്ചയായ ഭരണം കരുത്ത് ചോർത്തും. കോൺഗ്രസിന്റെ കരുത്ത് അധികാരമാണ്. ഒരു വട്ടം കൂടി പ്രതിപക്ഷത്തിരുന്നാൽ കോൺഗ്രസും ദുർബലമാകും. തുടർ ഭരണത്തിലൂടെ CPM-ഉം പ്രതിപക്ഷത്തിരുന്ന കോൺഗ്രസും ദുർബലമാവുമ്പോൾ BJP അധികാരത്തിലെത്തും എന്ന ശുഭപ്രതീക്ഷയാണ് സ്വാമി ചിദാനന്ദപുരി പങ്കുവച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മസ്.